തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മികച്ച മുന്നേറ്റമുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ശുഭപ്രതീക്ഷയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ദേശീയ നേതാവ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഈ വിജയ വിശ്വാസം വെറുതെ ഉണ്ടായതല്ല, മറിച്ച് 14 ജില്ലാ പ്രസിഡന്റുമാരുമായി സംസാരിച്ചതിന്റെയും പ്രചാരണത്തിൽ പങ്കെടുത്തതിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസം ഉണ്ടായത്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും നല്ലൊരു മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യന്റെ പല ആവശ്യമില്ലാത്ത പ്രസ്താവനകളും ഉണ്ടായത്. അതായത് സ്ത്രീലമ്പടന്മാർ എന്ന ഒരു പദം മുഖ്യന്റെ വായിൽ നിന്നും ഒന്ന് വന്നു പോയിരുന്നു. എന്നാൽ അത് മാത്രമേ മുഖ്യന് ഓർമ്മ കാണൂ. പിന്നെ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി മുഖ്യനായിട്ട് കണക്കിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കെ.സിയും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അദ്ദേഹം നല്ലപോലെ വിമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ആക്രമിച്ചാൽ കോൺഗ്രസുകാർ പേടിച്ചു പോകില്ലെന്നും അദ്ദേഹം പറയുകയാണ്. കൂടാതെ ഈ ആക്രമണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രി സ്വന്തം മുഖം വികൃതമാക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമായിരുന്നു ഇതെന്നും കെ.സി. പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, മുന്നേറ്റം ഉണ്ടാവും, യു.ഡി.എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. 14 ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ 1-2 ജില്ലകൾ ഒഴിച്ച് മിക്കവാറും ജില്ലകളിൽ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം. മുഖ്യമന്ത്രി അടക്കം അതായത് വല്ലാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതിയാകാണ്. ഇതിനെങ്ങനെയാണ് അദ്ദേഹം ആക്രമിച്ചപ്പോൾ ഞങ്ങളങ്ങ് പേടിച്ചു പോവുമോ? അദ്ദേഹം ആക്രമിക്കട്ടെ. ആക്രമിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ബേസ് ഉണ്ടോ? ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്രമണം അദ്ദേഹം സ്വയം ഡിഫൻസിലാവുകയല്ലേ ചെയ്തത്. എനിക്കറിയില്ല ആരാ അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുത്തത് ആ പ്രസ്താവനക്ക്. ആ പ്രസ്താവനയിലൂടെ അദ്ദേഹം സ്വന്തം മുഖം വികൃതമാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിലൂടെ സ്വന്തം മുഖം വികൃതമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. സത്യത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള സമീപനമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത്. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ എതിരായിട്ടാണ് വന്നത്. ഇതിലൊന്നും ഞങ്ങൾക്കൊരു കൂസലുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. അതുതന്നെയാണ് ഒന്നാമത്തെ നേട്ടം. യു.ഡി.എഫിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്ന് വാർഡിലെ പ്രവർത്തകരുടെ ഇച്ഛക്കനുസരിച്ചാണ് 90% സ്ഥാനത്തും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത്. ഇതിൻ്റെ എല്ലാം ഗുണം ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് തോന്നി ആരും ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എപ്പോഴുള്ള ക്ഷീരമുള്ളവരകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകമുള്ള. ഞാനിന്നലെ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്കി, ഞാൻ വെരിഫൈ ചെയ്തു DC പ്രസിഡന്റ്. അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അവിടെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഇപ്പം ഈ രാജ്യത്തെ എല്ലാവരും 2 കോടി ജനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. അതാണോ അതിൻ്റെ ബേസ്? വി ആർ ക്ലിയർ ഓൺ ദാറ്റ്. ഓക്കെ.